ജൂൺ 21 നീറ്റിന്റെ എക്സാമാണ് നടക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കർശനമായ സുരക്ഷാ സന്നാഹങ്ങളിലേക്കാണ് കേന്ദ്ര സർക്കാർ നടന്നിരിക്കുന്നത്. ഇന്ന് വരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്ന ഒരു മത്സര പരീക്ഷകളിൽ ഒന്നും തന്നെ നടക്കാത്ത അതീവ സുരക്ഷ എയർഫോഴ്സ് ഇറങ്ങുന്നു, ഇന്ത്യൻ ആർമി ഇറങ്ങുന്നു. അങ്ങനെ കടുത്ത രീതിയിലുള്ള ഒരു സുരക്ഷാ വലയത്തിലാണ് നീറ്റിന്റെ പുനർ പരീക്ഷ നടക്കാൻ പോകുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ആദ്യമേ തന്നെ എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന ഒരു നിർണായകമായ ഒരു നീക്കം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതായത് ടെലിഗ്രാം എന്ന ആപ്പിനെ തന്നെ കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്തു, അല്ലെങ്കിൽ നിരോധിക്കുന്ന ഒരു ഉത്തരവാണ് 2 ദിവസത്തിന് മുമ്പേ പുറപ്പെടുവിച്ചത്. അതിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു അഫിഡവിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തത്. ഈ നിരോധനവുമായി ബന്ധപ്പെട്ട് ടെലിഗ്രാം തന്നെ കോടതിയിലേക്ക് ഒരു ഹർജി സമർപ്പിച്ചു. ഇത് തെറ്റാണ്, ഈ നിരോധനം, അതിനെ പിൻവലിക്കണം, അത് കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു അനുകൂലമായ ഒരു നടപടിയൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഒരു സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് കേന്ദ്ര സർക്കാർ പറയുന്നത് ടെലിഗ്രാം, എല്ലാവരും ഉപയോഗിക്കുന്ന ടെലിഗ്രാം, അതായത് ടെലിഗ്രാമിൻ്റെ അകത്ത് നമുക്ക് സിനിമ കാണാൻ പറ്റും, അതോടൊപ്പം തന്നെ ഈ പഠനവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും, ഗ്രൂപ്പ് ചർച്ചകളുണ്ടാകും, ഹൈ റെസൊല്യൂഷനുള്ള വീഡിയോസൊക്കെ നമുക്ക് IMB വീഡിയോസൊക്കെ നമുക്ക് ടെലിഗ്രാം വഴി അയക്കാൻ പറ്റും. അപ്പോൾ ആ ടെലിഗ്രാം ഒരു തെറ്റായ ഒരു പാതയിലേക്ക് പോകുന്നു. അതായത് ഒരു ഡാർക്ക് വെബിന്റെ ഒരു രണ്ടാമത്തെ ഒരു തരംഗമായി ടെലിഗ്രാം മാറുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നടത്തിയിരിക്കുന്നത്. അതായത് കുറ്റവാളികൾക്ക്, സൈബർ തട്ടിപ്പുകാർക്ക്, തീവ്രവാദ ഗ്രൂപ്പുകൾക്ക്, ലഹരി മാഫിയകൾക്ക്, ഇനിയിപ്പോൾ പെണ്ണുപിടി നടത്തുന്ന അല്ലെങ്കിൽ പെണ്ണുങ്ങളെ വിൽക്കുന്ന ആ ടീമുകൾക്കാണെങ്കിലും എന്തും രാജ്യത്തെ തകർക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് വേണ്ട ഒരു പ്ലാറ്റ്ഫോമായി ടെലിഗ്രാം മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ഇന്ന് കേന്ദ്ര സർക്കാർ എന്ന് ഹൈക്കോടതിയിലേക്ക് പറയുന്നു. അത് ഒരു അക്ഷരാർത്ഥത്തിൽ ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നേ വരെ അറിയാത്ത ഒരു സ്ഫോടനാത്മകമായ ഒരു വാർത്തയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജനങ്ങൾ കേൾക്കെ എന്ന് വിളിച്ചു പറഞ്ഞത്. അതായത് ഒരു ഡാർക്ക് വെബ്, ജനങ്ങളെ കാർന്ന് തിന്നുന്ന, ഭാരതത്തിലെ ജനങ്ങളെ നശിപ്പിക്കുന്ന ഒരു രണ്ടാമത്തെ ഒരു ഡാർക്ക് വെബായി ടെലിഗ്രാം മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ എന്ത് തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങൾ നടക്കാൻ പറ്റും. അതിൽ ഒരു തരത്തിലുമുള്ള ഒരു ഹൈ പവർ സെക്യൂരിറ്റി ഇല്ല. സാധാരണ വാട്സപ്പിലുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനമില്ല. സാധാരണ വാട്സപ്പിലേക്കാണെങ്കിൽ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ മൂന്നാമതൊരാൾ കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ആ മെസ്സേജിനെ വൺ സെക്യൂരിറ്റി സംവിധാനത്തിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ടെലിഗ്രാമിൽ അങ്ങനെയൊന്നുമില്ല. ആർക്കും പേര് മാറ്റിയും എന്തെങ്കിലും എഡിറ്റ് ചെയ്താൽ പോലും അതിൽ എഡിറ്റ് ചെയ്തതാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകുന്നു. അതിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ പോലും അത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ടെലിഗ്രാം പോകുന്നു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് ടെലിഗ്രാമിന് നേരെ ഗുരുതരമായ ഒരു ആരോപണങ്ങൾ, അല്ലെങ്കിൽ ആരോപണം എന്ന് പറയാമില്ല, കൃത്യമായ തെളിവുകൾ അക്കമിട്ട് നിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എന്താണ് ഡാർക്ക് വെബ് എന്ന്. അതിൽ ഗൂഗിൾ പോലുള്ള സാധാരണ സെർച്ച് എഞ്ചിനുകളിൽ ലഭ്യമാകാത്തതും അതോടൊപ്പം തന്നെ പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഇന്റർനെറ്റിന്റെ അദൃശ്യമായ കരങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഡാർക്ക് നെറ്റ്. ആ ഒരു ഡാർക്ക് നെറ്റ് എന്ന ശൃംഖലയിലേക്കാണ് ടെലിഗ്രാം എത്തുന്നത്. ഈ ഡാർക്ക് നെറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികളെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനും അവരുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനും അവരെ പെട്ടെന്ന് പിടിക്കാനും നമ്മുടെ നിയമ സംവിധാനത്തിന് വളരെയേറെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു കുറ്റകൃത്യം ടെലിഗ്രാമിൽ നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെ നടന്നു, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ അഡ്രസ്സുകളെല്ലാം തന്നെ, പേരുകളെല്ലാം തന്നെ വ്യാജമായ രീതിയിലേക്ക് എത്തുന്നു. നമുക്ക് അതിന്റെ ഒരു തരത്തിലുമുള്ള ഒരു ലൊക്കേഷൻസ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് ടെലിഗ്രാമിന്റെ ഓരോ പ്രവർത്തനങ്ങളും അടിമുടി മാറുന്നു. അതായത് ടെലിഗ്രാം കമ്പനി വലിയ രീതിയിലുള്ള ഒരു രാജ്യദ്രോഹ പ്രവർത്തനത്തിലേക്ക് പോകുന്നു. അതായത് ഒരു സോഫ്റ്റ്വെയർ ആപ്പ് ഒരു കമ്പനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൽ ഓരോ ദിവസവും അതിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ടെലിഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു തരത്തിലുമുള്ള ഒരു അപ്ഡേറ്റുമില്ല. ആ ടെലിഗ്രാം ആപ്പിൽ എന്ത് തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും എന്ത് രാജ്യദ്രോഹ കുറ്റകൃത്യങ്ങളും നടത്താനുള്ള ഒരു പ്രഭവ കേന്ദ്രമായി ടെലിഗ്രാമിനെ മാറ്റുന്നു. അത് കമ്പനിയുടെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. കമ്പനി അതിൽ ഒരു തരത്തിലുമുള്ള അതിലൊരു ഉദാഹരണമായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് വാട്സപ്പാണ്. വാട്സപ്പ് ഓരോ ദിവസവും ഓരോ ആഴ്ചയും അവർ നൂതനമായ അപ്ഡേറ്റുകൾ, അതീവ സുരക്ഷിതമായ അപ്ഡേറ്റുകൾ വാട്സപ്പ് ഓരോ ദിവസവും ചെയ്യുന്നുണ്ട്. പക്ഷേ ടെലിഗ്രാം
ആദ്യം എങ്ങനെയാണോ ടെലിഗ്രാം തുടങ്ങിയത് അതേ രീതിയിലേക്ക് തന്നെയാണ് ടെലിഗ്രാം ഇപ്പോഴും പോകുന്നത്. അതിൽ വലിയ തരത്തിലുള്ള ഒരു രാജ്യദ്രോഹ പ്രവർത്തനം നടന്ന അത് ടെലിഗ്രാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും അത് ടെലിഗ്രാം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ രക്ഷിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ടെലിഗ്രാമിന്റെ കമ്പനി അധികൃതർ എത്തുകയോ ചെയ്യുന്നില്ല. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പ്രവർത്തനം നടന്നാലും അതിൽ എന്തെങ്കിലും അനധികൃതമായ ഇല്ലീഗൽ ആയിട്ടുള്ള ഇപ്പോൾ ഏതെങ്കിലും പോൺ വീഡിയോസോ അല്ലെങ്കിൽ ചൈൽഡ് ഫോട്ടോഗ്രാഫി ഉൾപ്പെടെയുള്ള വീഡിയോകൾ അടക്കം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ ടെലിഗ്രാം ഒരു തരത്തിലുമുള്ള ഒരു തടയിടുകയോ അതിൽ ടെലിഗ്രാം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ടെലിഗ്രാം പോകുന്നു. അതാണ് വലിയ രീതിയിൽ ഈ ജെൻസി കുട്ടികൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കുന്നവർ വലിയ രീതിയിലേക്ക് ടെലിഗ്രാമിനെ തന്നെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ പറയുന്നത്. അതായത് ഇനി ഈ ജൂൺ 21 കഴിഞ്ഞു കഴിഞ്ഞാൽ ടെലിഗ്രാം ഇനി വീണ്ടും അതിനെ ഇപ്പോൾ നിരോധിച്ച് ആണ് ഇരിക്കുന്നത്. അതിനെ പിൻവലിക്കണോ അതോ ഇനി ആജീവനാന്തം ടെലിഗ്രാമിന് വിലക്കേർപ്പെടുത്തണോ എന്ന ഒരു നിർണായകമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയേറെ കുറ്റകൃത്യം ചെയ്യുന്ന, ഇത്രയേറെ കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആപ്പ് ഇനി അത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അതോടൊപ്പം തന്നെ അഖണ്ഡതയ്ക്കും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾക്കും അതൊരു ഭീഷണിയായി മാറുന്ന ഒരു തരത്തിലേക്ക് ടെലിഗ്രാം പോകുന്നു. അതിലേക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ പോലും പറ്റില്ല. അതിനുവേണ്ടി സ്വാഭാവികമായി തന്നെ ടെലിഗ്രാമിനെ നിരോധിക്കുക തന്നെ വേണമെന്ന ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ ഡൽഹി ഹൈക്കോടതിക്ക് രാജ്യത്തിന്റെ സുരക്ഷയാണ് ഒരു കോടതി അല്ലെങ്കിൽ ഒരു നീതിന്യായ സംവിധാനം ഏറ്റവും കൂടുതൽ പ്രധാനമായി നിൽക്കുന്നത്. അല്ലാതെ അവിടെ ടെലിഗ്രാം കോടികൾ പണം ചെലവാക്കി അല്ലെങ്കിൽ കോടികൾ പണമാക്കിയിട്ടാണ് ടെലിഗ്രാം ഈ ഒരു ആപ്പ് നിർമ്മിച്ചതെന്ന ചില വാദങ്ങളൊന്നും അവിടെ വില പോകില്ല. അപ്പോൾ കോടതിക്ക് സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ സുരക്ഷ, ജനങ്ങളുടെ സുരക്ഷ, രാജ്യത്തിന്റെ അഖണ്ഡത അത് കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു നീതിന്യായ സംവിധാനത്തിന്റെ ഒരു പ്രധാന കർത്തവ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ നിരോധനം അത് ഡൽഹി ഹൈക്കോടതി ആജീവനാന്തത്തിലേക്ക് ശരിവച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ.